ആമവാദം ചെറുപ്രായത്തിൽ തന്നെ വന്നാൽ അത് ഭാവിയിലേക്ക് കൂടുതൽ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സന്ധിവാതം അഥവാ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കുറിച്ചാണ്. എന്താണ് ഇതിന്റെ ലക്ഷണങ്ങൾ? എല്ലാ നടുവേദനയും ഡിസ്ക് ബൾജിങ് കൊണ്ട് ആവണമെന്നില്ല. പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ള ഒരു സംശയമാണ്, എന്താണ് ഡിസ്ക് സർജറിയിൽ ചെയ്യുന്നത്? നമസ്കാരം, ഞാൻ ഡോക്ടർ എം.പി. നിതീഷ്, തൃക്കാക്കര B&B മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് ഓർത്തോപീഡിക് ആർത്തോപ്ലാസ്റ്റി ആൻഡ് ആർത്തോസ്കോപ്പി സർജൻ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സന്ധിവാതം അഥവാ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസിനെ കുറിച്ചാണ്. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? പ്രധാനമായും ഒന്നോ അതിലധികമോ ജോയിൻറ്റുകളെ ഒരേ സമയത്ത് ബാധിക്കുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. മുട്ടുകൾക്ക് വേദന, സന്ധികൾക്ക് വേദന, നീര്, രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള സ്റ്റിഫ്നെസ്, മടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, കൈയുടെ വിരലുകളിലുള്ള പാടുകളും തടിപ്പുകളും, മൊത്തത്തിലുള്ള ക്ഷീണം, ചിലർക്ക് പനി, ചിലർക്ക് നമുക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവാം. ഇത്തരം കാര്യങ്ങളാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നമ്മൾ സംശയിക്കാനുള്ള പ്രധാന കാരണങ്ങൾ. പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത് കൈവിരലുകൾ, കൈക്കുഴ, കൈമുട്ട്, കാലിൻ്റെ മുട്ട്, ഇടുപ്പ് ജോയിൻറ്റ്, കാൽസന്ധികൾ എന്നിവയാണ്. ഇത് പല രീതിയിൽ കാണാം. ചിലർക്ക് ഒരു ജോയിൻറ്റിൽ മാത്രമായിട്ടും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം കാണാറുണ്ട്. ഇത് രണ്ട് തരത്തിലുണ്ട്. വളരെ ഗുരുതരമായ രീതിയിലുള്ളവർക്ക് ചെറിയ പ്രായത്തിൽ പോലും, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, ഇത്തരം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരാറുണ്ട്. കുട്ടികളിൽ ജുവനൈൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന പേരിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് നമ്മൾ ക്ലിനിക്കലി ഇത് ഇത്തരം വേദനകളും ബുദ്ധിമുട്ടുമുള്ളവരെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ആവശ്യമായ പരിശോധനകൾ ചെയ്യും. പ്രധാനമായും നമ്മൾ കണ്ടുവരുന്നത് ESR, CRP എന്നിവ കൂടുതലായിരിക്കാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഫാക്ടർ, CCP ആൻറ്റിബോഡി എന്നിവ മിക്കപ്പോഴും ഇത്തരം രോഗികളിൽ കൂടുതലായിരിക്കാം. രോഗലക്ഷണങ്ങളും പരിശോധനാ ഫലങ്ങളും കൂടെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ഒരു നിഗമനത്തിലെത്തുകയാണ് ചെയ്യുന്നത്. ഇനി പ്രധാനമായിട്ടും ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ, എക്സർസൈസുകൾ, ജോയിൻ്റെ വഴക്കം നിലനിർത്താനുള്ള എക്സർസൈസുകൾ ചെയ്യുക, അമിതമായിട്ട് വെയിറ്റ് എടുക്കാതിരിക്കുക, ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ അതിന് ആവശ്യമായ മരുന്നുകൾ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനുള്ള പ്രത്യേക മരുന്നുകൾ, നീർക്കെട്ട് കുറയ്ക്കാനുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ്, ചിലപ്പോൾ സ്റ്റിറോയിഡ് മരുന്നുകൾ എന്നിവയൊക്കെ ഇതിൻ്റെ ഗുരുതരാവസ്ഥ അനുസരിച്ച് വേണ്ടിവരാം. ആമവാദത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പലപ്പോഴും ഇതിനൊരു ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് തന്നെ വേണ്ടിവരും. ആമവാദം എന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇത് നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കുക പലപ്പോഴും സാധ്യമല്ല. കൃത്യമായ രോഗനിർണയവും മരുന്നുകളും ചെറിയ തോതിൽ ലൈഫ് ലോങ് തുടരുന്നതാണ് പലപ്പോഴും ഇതിനാവശ്യമായി വരുന്നത്. മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആവാതെ ജോയിൻറ്റുകൾക്ക് അമിതമായ തേയ്മാനവും വളവും നടക്കാൻ ബുദ്ധിമുട്ടും വരുന്ന കണ്ടീഷൻസിൽ ഹിപ്പ്, നീ, മറ്റ് ജോയിൻറ്റുകൾ എന്നിവ റീപ്ലേസ്മെൻറ്റ് സർജറികളും പലപ്പോഴും വേണ്ടി വരാറുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന ജോയിൻറ്റിനകത്തുള്ള ദശവളർച്ച, മെനിസ്കൽ ടയർ, റൊട്ടേറ്റർ കഫ് ടയർ എന്നിവയ്ക്ക് കീഹോൾ അഥവാ ആർത്രോസ്കോപ്പിക് സർജറി പലപ്പോഴും വേണ്ടി വരാറുണ്ട്. ഇത് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ് ആമവാദം അഥവാ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ആമവാദം ചെറുപ്രായത്തിൽ തന്നെ വന്നാൽ അത് ഭാവിയിലേക്ക് കൂടുതൽ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ജോയിൻറ്റുകൾക്ക് വഴക്കക്കുറവ്, ജോയിൻറ്റുകൾക്ക് വളവ്, അനക്കക്കുറവ്, വഴക്കക്കുറവ്, വളവുകൾ എന്നിവ ആണ് ഇതിൻ്റെ ഗുരുതര ഫലങ്ങൾ. ഗുരുതരമായ ചില രോഗികളിൽ ഇതുകൂടാതെ ശരീരത്തെ അവയവങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. ഒരു മൾട്ടി സിസ്റ്റം ഡിസീസ് ആണ് ഇത്. അത്തരം സിറ്റുവേഷൻസിൽ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ജനറൽ മെഡിസിൻ സന്ധികളെ കൂടാതെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളെയും ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ബാധിക്കാറുണ്ട്. ഓർത്തോപെഡിക്സ് OPയിൽ വരുന്ന ഏകദേശം 50% അധികം രോഗികളും നടുവേദന ഒരു കാരണമാണ്. ഇതിൻ്റെ പ്രധാനമായ ഒരു കാരണം എന്ന് പറയുന്നത് ഡിസ്ക് ബൾജിങ്, സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമായ നട്ടെല്ലിൻ്റെ ഡിസ്ക് പ്രൊട്രൂഷനാണ് ഇതിൻ്റെ പ്രധാനമായ ഒരു കാരണം. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നടുവേദനയാണ്. നടുവേദന മാത്രമല്ല, ഈ വേദന പതുക്കെ ഇടുപ്പിലേക്കും തുടയിലേക്കും കാലിലേക്കും പാദങ്ങളിലേക്കും പടരുകയും മരവിപ്പ്, കാലിൻ്റെ കഴപ്പ്, കാലിന് ബലക്കുറവ്, അറിയാതെ ചെരുപ്പ് ഊരിപ്പോവുക, അങ്ങനെയുള്ള പല ലക്ഷണങ്ങളുമായിട്ടും ഇത് കാണപ്പെടാറുണ്ട്. അപൂർവം ചിലരിൽ ഇത് അവരുടെ ടോയ്ലറ്റ് ഹാബിറ്റ്സിനെയും ബാധിക്കാറുണ്ട്. അറിയാതെ മൂത്രം പോവുക, മലം പോകാനുള്ള ബുദ്ധിമുട്ട് എന്നിവയും വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇത് കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ കാരണം എന്തെന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നട്ടെല്ലിൻ്റെ ഘടനയെക്കുറിച്ച് കുറച്ച് അറിയേണ്ടതുണ്ട്. ഇതാണ് നമ്മുടെ നടുവിൻ്റെ കശേരുക്കൾ. ഈ വെളുത്തിരിക്കുന്നത് കശേരുക്കളും അഥവാ വെർട്ടിബ്ര, അതിൻ്റെ ഇടയ്ക്കിരിക്കുന്ന വാഷർ പോലെയുള്ളതാണ് ഡിസ്ക് എന്ന് പറയുന്നത്. നോർമലി അത് ഓരോ 2 കശേരുകളുടെ ഇടയിൽ ഓരോ ഡിസ്കുകൾ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കഴുത്ത് മുതൽ നട്ടെല്ലിൻ്റെ താഴെ വരെ ഉണ്ടായിരിക്കുന്നതാണ്. ചില കേസുകളിൽ ഈ നട്ടെല്ലിൻ്റെ ഡിസ്ക് ബൾജ് ചെയ്യുമ്പോൾ ഈ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ബൾജ് ചെയ്ത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു.
അപ്പോൾ അതിൻ്റെ തൊട്ടു പുറകിലുള്ള കാലിലേക്കുള്ള നെർവ്സിനെ ഈ ഡിസ്ക് ബൾജ് ചെയ്ത് ഇതിലെ പ്രസ് ചെയ്യുമ്പോഴാണ് ഈ വേദന കാലിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും വേദന, മരപ്പ്, തരിപ്പ് എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. എല്ലാ നടുവേദനയും ഡിസ്ക് ബൾജിങ് കൊണ്ട് ആവണമെന്നില്ല. പലപ്പോഴും മസിലിൻ്റെ നീർക്കെട്ടുകൾ കൊണ്ടും നമ്മുടെ പോസ്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വ്യായാമക്കുറവ് കൊണ്ടും പലപ്പോഴും മസിൽസിനുണ്ടാകുന്ന വേദനമാണ് മയോഫേഷ്യാറ്റിസ് നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. അതുകൂടാതെ നട്ടെല്ലിൻ്റെ കശേരുവിന് ബലക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചെറിയ പൊട്ടലുകൾ അഥവാ വെഡ്ജ് കംപ്രഷൻ ഫ്രാക്ചർ എന്നിവയും നടുവേദനയ്ക്കുള്ള കാരണങ്ങളാണ്. നടുവിൻ്റെ അസ്ഥികളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിഗമെന്റ്സിന്റെ ഇഞ്ചുറി വന്നതാലും നടുവേദന ഉണ്ടാകാറുണ്ട്. ഇതുകൂടാതെ സന്ധികളെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന സ്പോണ്ടൈലോ ആർത്രോപ്പതി എന്ന പ്രത്യേകതരം സന്ധിവാദങ്ങളും നടുവേദനയ്ക്ക് കാരണമാകാറുണ്ട്. വളരെ അപൂർവമായി പ്രായമുള്ളവരിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളും നടുവേദനയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. നട്ടെല്ലിന്റെ ഡിസ്ക് ബൾജ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ പലരിലും ഇത് ഒരു ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ ഉണ്ട്. ഫാമിലിയിൽ ഇങ്ങനെ ഉള്ളവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അമിതമായ ശരീരഭാരമുള്ളവർ, പിന്നെ നമ്മുടെ പോസ്ചറൽ പ്രശ്നങ്ങളുള്ളവർ, സ്ഥിരമായിട്ട് ഇരിക്കുക, സ്ഥിരമായിട്ട് നിൽക്കുക, സ്ഥിരമായിട്ട് നടക്കുക, കുനിഞ്ഞ് വെയിറ്റ് എടുക്കുന്നവർ, കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നവർ എന്നിവർക്കും ഇതുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എക്സർസൈസ് ചെയ്യുമ്പോഴും വ്യായാമങ്ങൾ ചെയ്യുമ്പോഴും കളിക്കുമ്പോഴുമെല്ലാം ആവശ്യമായ സ്ട്രെച്ചിങ് ചെയ്യാതെ പെട്ടെന്നെടുത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഡിസ്ക് പ്രൊട്രൂഷൻ എങ്ങനെ സുഖപ്പെടുത്താമെന്ന് നോക്കാം. പലപ്പോഴും പെട്ടെന്നുണ്ടാകുന്ന ഡിസ്ക് പ്രൊട്രൂഷൻ അഥവാ ഡിസ്ക് ബൾജ് ഏകദേശം 2 മുതൽ 3 മാസം വരെയുള്ള സമയം കൊണ്ട് ആവശ്യമായ ചികിത്സ കൊണ്ടോ റെസ്റ്റ് കൊണ്ടോ ഓൾമോസ്റ്റ് പൂർണ്ണമായി തന്നെ മാറുന്നതാണ്. ചിലർക്ക് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്ക് ബൾജ് ഉള്ളവർക്ക് ചിലപ്പോൾ 1 വർഷം മുതൽ 2 വർഷം വരെ ഇതെടുക്കാറുണ്ട്. നമ്മൾ സാധാരണമായി അവലംബിക്കുന്ന ചികിത്സാ മാർഗങ്ങൾ റെസ്റ്റ്, ബോഡി വെയിറ്റ് റിഡക്ഷൻ, ബാക്ക് എക്സർസൈസസ്, ഫിസിയോതെറാപ്പി, മസിൽ സ്പാസവും നീർക്കെട്ടും കുറയ്ക്കാനുള്ള മരുന്നുകൾ. ഇതുകൊണ്ട് കുറയാത്തവർക്ക് അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ചെയ്ത് ഞരമ്പിനെ ബാധിക്കുന്നവർക്ക് നട്ടെല്ലിനുള്ള എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻസ് എന്നിവയാണ് നമ്മൾ പ്രാഥമികമായി ചെയ്യാറുള്ളത്. ഏകദേശം 3 ആഴ്ച മുതൽ 3 മാസം വരെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വേദന കുറയാത്തവർക്കും കാലിലേക്കുള്ള മരപ്പുകൾ, കാലിൻ്റെ ബലക്കുറവ്, തരിപ്പ് എന്നിവ മാറാത്തവർക്ക് അപൂർവമായി ഇതിൻ്റെ സർജറി ആവശ്യമായി വരാറുണ്ട്. ഇതുകൂടാതെ മൂത്രത്തിനെയും മലം പോകുന്നതിനെയും ബാധിക്കുന്ന സ്ഥിതികളിലും ഓപ്പറേഷൻ വേണ്ടി വരാറുണ്ട്. പലപ്പോഴും ആളുകൾ ചോദിക്കാറുള്ള ഒരു സംശയമാണ്, എന്താണ് ഡിസ്ക് സർജറിയിൽ ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഈ ബൾജ് ചെയ്തിരിക്കുന്ന ഡിസ്ക്, അത് നെർവിനെ കംപ്രസ് ചെയ്തിരിക്കുന്ന ഭാഗം ഭാഗികമായി എടുത്തു മാറ്റുന്നതാണ് ഡിസ്കക്ടമി എന്ന് പറയുന്ന സർജറി. പ്രായമായവരിലോ അനുബന്ധമായിട്ട് തേയ്മാനം വളരെയധികം ഉള്ളവരിലും പിന്നെ പല ലെവലിൽ ഡിസ്ക് ബൾജ് ഉള്ളവർക്കും ഇതിനോടനുബന്ധിച്ച് വളരെയധികം തേയ്മാനമുള്ളവർക്കും, അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്പൈൻ ഉള്ളവർക്ക് പലപ്പോഴും ഡിസ്ക് എടുത്ത് കളയുന്നത് കൂടാതെ കമ്പിയിട്ട് ഉറപ്പിക്കുന്ന ചികിത്സയും വേണ്ടി വരാറുണ്ട്.